ഹായ് ഓൾ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാഹിർ അലിയുടെ വീട്ടിലാണ്. മാഹിർ അലി നമ്മുടെ കോഴിക്കോട് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഹൈബ്രിഡ് ബാച്ചിൽ 2 ഇയർ പ്രോഗ്രാമിൽ നമ്മളോട് കൂടെ 2 വർഷം പഠിച്ചതാണ്. ജെഇ മെയിൻ എക്സാമിനേഷനിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മാഹിർ അലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാണ് നമ്മൾ വന്നത്. മാഹിർ അലി ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് മാഹിർ അലി. ഞാൻ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ബ്രില്യൻറ്റിൻ്റെ കോഴിക്കോട് സെൻറ്ററിൽ ഹൈബ്രിഡ് IIT ബാച്ചിൽ പഠിക്കുന്നു. എൻ്റെ ഫാദർ പേര് സമീർ അലി. ഖത്തറിൽ ഹമദിലെ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫാദറായിരുന്നു എപ്പോഴും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഫാദർ. ഓക്കെ ഓക്കെ. ഇത് എൻ്റെ ഉമ്മ ഹഫീജ IT ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്കൂളൊക്കെ എവിടെയായിരുന്നു മാഹിർ പഠിച്ച സ്കൂളുകളൊക്കെ? +1 +2 മെഡിക്കൽ കോളേജിലുള്ള റഹ്മാനിയ HSS. അപ്പോൾ +1 +2 റഹ്മാനിയ സ്കൂളിൽ സ്കൂൾ പഠനത്തിനോടൊപ്പമാണ് ബ്രില്യൻറ്റിൽ +1 +2 ഹൈബ്രിഡ് ബാച്ചിൽ ജോയിൻ ചെയ്തത് അല്ലേ? എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലേക്ക് വരാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്? അത് ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു അങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട് ബ്രില്യൻറ്റിൽ. അപ്പം പിന്നെ പത്രത്തിലും കണ്ടിരുന്നു. അങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്ത് അങ്ങനെ വന്നത് അല്ലേ? അപ്പോൾ ബ്രില്യൻറ്റിലേക്ക് എത്തിയപ്പോൾ മാഹിർ അലി സ്കൂൾ പ്രോഗ്രാമിന് പോകുന്നുണ്ട്. സ്കൂൾ പഠിക്കുന്നത് റഹ്മാനിയയിലാണ്, മെഡിക്കൽ കോളേജിനോട് ചേർന്നിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ ഈ റഹ്മാനിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ പ്രോഗ്രാമിനോട് ചേർന്ന് ശനിയും ഞായറും ആണ് ഹൈബ്രിഡ് പ്രോഗ്രാമിന് വരുന്നത്. എങ്ങനെയായിരുന്നു ഈ ഹൈബ്രിഡ് ക്ലാസ്സുകളൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നോ? ഫസ്റ്റ് ഒരു 1-2 മാസം ഓൺലൈൻ ആയിട്ടായിരുന്നു, പിന്നെയാണ് ഓഫ്ലൈൻ തുടങ്ങിയത്. ഫസ്റ്റിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ 10th വരെയൊക്കെ അത്ര അങ്ങോട്ട് ഓർഗനൈസ്ഡ് ആയിട്ടല്ലായിരുന്നു പഠിച്ചത്. ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷമാണ് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഒരു കൃത്യമായ അപ്രോച്ചിലൂടെ പഠി. എങ്ങനെയായിരുന്നു അപ്പോൾ ഈ ലേൺ ആപ്പൊക്കെ ഫസ്റ്റ് തൊട്ട് തന്നെ യൂസ് ചെയ്ത് പരിചയിച്ചിരുന്നോ? യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ലെക്ചർ നോട്ട്സ് ഒക്കെ റെഫർ ചെയ്യും. ഈ ക്ലാസ്സസ് ഒക്കെ കൂടുതൽ ഈ ലേണിലാണോ കാണുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ സെൻറ്ററിൽ വരുമ്പോഴാണോ യൂസ് ചെയ്യാറ്? ക്ലാസ്സസ് ആഴ്ചയിൽ 3 ഡേ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് കാണും. പിന്നെ വേറെ എക്സ്ട്രാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ലേൺ റെഫർ ചെയ്യും. സ്കൂളിൻ്റെ ഒപ്പം ഇത് കൊണ്ടുപോകുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് സ്കൂളിലെ ക്ലാസ്സുകൾ മിസ്സാകും, റെക്കോർഡ് എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷെ എങ്ങനെയാണ് മാഹിർ ഇതിനെ ടാക്കിൾ ചെയ്തത്? ഞാൻ കേരള സ്റ്റേറ്റ് ബോർഡാണ് പഠിക്കുന്നതാണ്, അപ്പോൾ അത് ഇത്തിരി ഈസിയാണ്. സ്കൂളിൽ ഞാൻ വലിയ ഫോക്കസ് കൊടുക്കാറില്ല. പിന്നെ മെയിൻ ഗോൾ ജെഇ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ബ്രില്യൻ്റ് കോഴിക്കോട് സെൻട്രലാണല്ലോ പഠിച്ചത്, അവിടുത്തെ ഹൈബ്രിഡ് ബാച്ച് ആയിരുന്നല്ലോ. ഇതിലെ കോർഡിനേറ്റർ അവർ എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ് ടീച്ചർ ജിസ്ലാമിസ് പി സാറ്, സെൻട്രൽ ഇൻചാർജ് ജോർജ് സാർ, എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് റെഫറൻസിന് വന്ന് പഠിക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മാഹിറിന് അവിടെയും ഇവിടെയൊക്കെ റെഫറൻസിന് എപ്പോഴും കാണാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ? സെൻട്രൽ നേരെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യോ, അല്ലെങ്കിൽ നമുക്ക് കുറേ സൗകര്യങ്ങളാണല്ലോ ബ്രില്യൻ്റിൽ, ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ഉണ്ട്. എന്താണ്, ഏത് മെത്തഡോളജിയാണ് ഫോളോ ചെയ്തിട്ടുണ്ടാകും? ഞാൻ അവിടെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പ് ആയിരുന്നു റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആൻസർ കീ നോക്കും, പിന്നെ ആൻസർ കീ നോക്കിയിട്ടും മനസ്സിലായില്ലെങ്കിൽ ഫാക്കൽറ്റീസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വയം ഉത്തരം കണ്ടെത്താനാണ് ആദ്യം ശ്രമിക്കുക അല്ലെ? ആദ്യം മാക്സിമം കിട്ടിയില്ലെങ്കിൽ എവിടെ തെറ്റെന്ന് മനസ്സിലാക്കാൻ നോക്കും, പിന്നെ രക്ഷയില്ലെങ്കിൽ പിന്നെ ആൻസർ കീ നോക്കും. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യോ, അല്ലെങ്കിൽ ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തിയറി മനസ്സിലാക്കി പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിനക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് വരുന്നത്? ജെഇ മെയിൻസിന് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് പാറ്റേൺ റെക്കഗ്നിഷൻ. നമ്മൾ ആ സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യണം, പിന്നെ കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ മാക്സിമം PYQs ചെയ്യാന്നുള്ളതാണ് ഇതിലേക്ക് എത്താനുള്ള വലിയൊരു മാർഗം അല്ല? ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ ജെഇ മെയിൻ എക്സാമിനേഷൻ തുടക്ക കാലഘട്ടത്തിൽ കിട്ടിയ മാർക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് +1 മോഡൽ എക്സാംസ് എഴുതിയപ്പോൾ എനിക്കൊരു 150 ആ റേഞ്ചിലായിരുന്നു. പിന്നെ ടഫാകുമ്പോൾ വേരിയേഷൻസ് വരും. ഏറ്റവും ലോവസ്റ്റ് പറയുകയാണെങ്കിൽ എക്സാം നല്ല ടഫായപ്പോൾ ഒരു 120 കിട്ടിയിട്ടുണ്ട് +2 എഴുതിയപ്പോൾ തന്നെ. അപ്പോൾ അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് മോഡൽ എക്സാം ഒക്കെ എഴുതി ജെഇ മെയിൻ എടുത്തോട് ഇപ്പോൾ മാർക്ക് സ്ലൈറ്റ് ആയിട്ട് കൂടായിരുന്നോ
എന്തായിരുന്നു അവസ്ഥ ഉണ്ടായിരുന്നത്? അത് അങ്ങനെ കോൺസ്റ്റന്റ് ഇൻക്രീസ് ആയിട്ട് അങ്ങനെയല്ല. എക്സാംസ് പല ഡിഫിക്കൽട്ടിയിലാണ് ഇടുന്നത്. ഏറ്റവും ഹാർഡസ്റ്റ് മുതൽ ഈസിയസ്റ്റ് വരെയുള്ള മോഡൽ എക്സാംസ് ബ്രില്യൻ്റ് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ സഹായിച്ചിട്ടുണ്ടോ? നല്ലോണം സഹായിച്ചിരുന്നു. അതിലെനിക്ക് തോന്നുന്നു ഫിസിക്സിലെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. എക്സാക്ട് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ ക്വസ്റ്റ്യൻ, ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെയും വന്നു അല്ലേ? അപ്പൊ അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടാവും അല്ലേ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ? Brilliant Study Center, India's #1 coaching center for NEET and JEE.